അപ്പൊ വക്കീലേ, ജന്മം കിട്ടിയ മേലേപ്പുറം തറവാടും അനുഭവവും കാനറ ബാങ്കിലെ എന്റെ FDയും കൈവശമുള്ള എല്ലാ സ്ഥാവര ജംഗമങ്ങളും മേരിയുടെ കാലശേഷം എന്റെ ഏക മകളായ ജാൻസി ചാക്കോയുടെ പേരിൽ അവകാശപ്പെടുത്തി വിൽപത്രം തയ്യാറായിക്കോളൂ. തോമാച്ചനും നമ്മുടെ മോനല്ലേ, ഭാഗവത്രത്തെ അവനെ പൂർണ്ണമായി ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കും. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന നാട്ടുകാരും മുഴുവൻ കണ്ടതാ. ആരാ കാരണം? എന്റെ ഓട്ടക്കാരനാ. എന്റെ തീരാ തലവേദന ആ ചെറുത്താൻ എന്ന് വെച്ച് സ്വത്ത് അവനോട് അവകാശപ്പെട്ടല്ലേ? എന്റെ ഒരു തരി മണ്ണിന് പോലും അവൻ അവകാശം. എന്നാ എന്റെ തരി മുഴുവനും അവനുള്ളതാ. കൊടുത്തോ? കൊച്ചാപ്പനല്ലേ? നീയൊക്കെ കൂടെ കൊടുത്താ ഇങ്ങനെ ആക്കിയത്. അവനോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അപ്പൻ തന്നെ ഈ അവസാനത്തെ പൊന്ന് പറിച്ചു കൊടുക്കരുത്. അമ്മയുടെ കയ്യിലൊരു സമ്പാദ്യമായിട്ട് കിടക്കട്ടെ, മകന് ശവപ്പെട്ടി വാങ്ങാം. എന്തോന്ന് മകനെ തല്ലിക്കൊന്നേച്ചേ അവന്റെ അമ്മയെ കൊണ്ട് ശവപ്പെട്ടി പഠിപ്പിക്കുന്ന ഒരു പുഴുങ്ങിയ തന്ത. മിടുക്കി മിണ്ടാപ്രാണിയാണെങ്കിലും അതിന് വിവരമുണ്ട്. അസനെ കിഴക്കേ മുറിയുടെ ഒറ്റമൂലി ഒറ്റ പിടി പിടിച്ചാട്ടെ. ആട്ടിൻ പാലും കാന്താരി പിഴിഞ്ഞതും വേറെ വല്ലവന്റെയും കുടലാണെങ്കിൽ കരിഞ്ഞു പുക. എന്താ? അയ്യോ തോമാച്ചാ, മാറ്റിന് എത്ര മണിക്കാണ്? കുറ്റിക്കാടൻ സാറും ഭാര്യയും ഒന്ന് തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങോ? ഇനിയിപ്പോ തോമാച്ചായ നിർത്താൻ പറഞ്ഞാൽ ഞാനങ്ങ് ഒന്നേന്നിട്ട് ഒന്നേന്നെങ്കിൽ ഒന്നേന്ന്. ബാബുവാ, ചൊറിയുന്നുണ്ടല്ലേ? നീ എന്റെ പെങ്ങളോട് കാണിച്ചത് ഞാൻ ഇവരോട് കാണിക്കുന്നില്ല. സോമ ചെറ്റയല്ല. എനിക്ക് തന്നെ തനിച്ചൊന്ന് കാണണം. കണ്ടുകളയാം. ഓ, ഞാനിവിടെ തന്നെ ഉണ്ടാവും.
എന്റെ പെങ്ങടെ കൈക്ക് പിടിക്കണോ? നല്ല പ്രായത്തിൽ നീ തന്നെ കുത്തി നടന്നാ മതി. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. എടാ റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു. എന്റെ ജാൻസിമോടെ കൈക്ക് പിടിച്ച് അവന്റെ കൈ വെട്ടണമായിരുന്നു. മുതലാളി, പൂക്കോയി മുതലാളി, ഇടിയോടിടി. ഇടിയെന്ന് പറഞ്ഞാ പോരാ, ഇടിവെട്ടി ഇടി. ഒറ്റ മുതുകത്തു വെള്ളിടി. ഒന്ന് കാണേണ്ട ഇടി. നാട്ടിൽ ഇങ്ങനൊരു ഇടി നമ്മൾ കണ്ടിട്ടില്ല. ഒടുക്കത്തെ ഇടി. മൊയിലാളി ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ ഇടിക്കോൻ ആട്ടിൻ ചോര കുടിച്ച പോരെ മൊയിലാളി. അത് നമ്മളുടെ കുതിരപ്പാവന്റെ പവറാ. കുറ്റിയോട് കളിച്ചാ അങ്ങനെ ഇരിക്കും. അല്ലോ മൊയിലാളി, നമ്മൾ കുറ്റിക്കാരന്റെ ഇടി അല്ല പറഞ്ഞേ. തോമാച്ചായന്റെ തുണി പറിച്ചിടി. ഇടിച്ച് ജീപ്പേ കയറ്റി ഊന്നുവടി കൊണ്ട് പെടലിക്കൊരു കൊളുത്തിപ്പിടി. ആഹാ ആഹാ. നമ്മുടെ ഉപ്പും ചോറും തിന്നിട്ട് ഓന്റെ തുണിപറി കാണാൻ പോയടാ നമുക്ക്. അങ്ങോട്ട് കൊടുക്കുമോളെ, ജെറി ഒന്ന് കാണട്ടെ. BSc മാത്സിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് യൂണിവേഴ്സിറ്റി സമ്മാനിച്ച ഞാനായിരുന്നു ഇവളുടെ പാഠപുസ്തകം. എന്റെ ജോക്കർ ഇവിടെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ചാക്കോ മാഷ കണക്ക് പഠിപ്പിച്ചാൽ കഴുതയും പഠിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കില. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടപൂജ്യമാണ്. മാതൃകാ അധ്യാപകനുള്ള നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിനെ നിന്ന് വാങ്ങിയവനാണ് ഞാൻ. നോക്ക്, മിസ്റ്റർ ജോസഫ്, ഇതെന്റെ അനുജനാ വക്കച്ചൻ. വക്കച്ച ജോസഫ്, വാട്ടർ ബസ്സിൽ. ചേട്ടത്തി ഒന്ന് വന്നേ. ചേട്ടായി ഒരു നിമിഷം. അവന്റെ വല്ല കാര്യമാണ് എനിക്ക് കേൾക്കണ്ട, എന്നോട് പറയണ്ട. കേക്കണം, അല്ലെങ്കിൽ ചടങ്ങ് മംഗളമായി നടക്കില്ല. തോമാച്ചൻ എസ് തിയേറ്ററിലിട്ട് തല്ലി. പോലീസുകാർ നോക്കി നടക്കുക. ഏത് സമയത്ത് ഇവിടെ വരാം. കഴിയുന്ന വേഗം ഇവരെ പറഞ്ഞേക്കാൻ നോക്ക്. ദൈവമേ, ഇതെന്തൊരു ജന്മവാ. ചേട്ടായി സംഭവമാകെ പുലിവാല. അവനെ കൈ കിട്ടിയ കുറ്റിക്കാരൻ വെറുതെ വിടില്ല. ഒന്ന് തിരുവനന്തപുരം വിളിച്ച് ചീഫ് സെക്രട്ടറിയോട് പറ. പഠിപ്പിച്ച വിദ്യാർത്ഥിയല്ലേ. ഇതിനിടയ്ക്ക് നിനക്ക് അവനെ രക്ഷിച്ചാൽ മതിയല്ലേ? എന്റെ മകളുടെ കൈക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് തെമ്മാടിയാണ് അവൻ. അവന് വേണ്ടി എന്നെ അവനങ്ങില്ല. ഒന്ന് വിളിക്കും മാഷെ. ആരുടെയും കാലം ഞാൻ പിടിക്കില്ല അവന് വേണ്ടി. ആഹാ, അപ്പൊ പിന്നെ ചേട്ടായിക്ക് വരെ ഞാൻ പിടിക്കേണ്ടി വരും. അവനെ അകത്തിട്ടല്ല ഞാൻ സമ്മതിക്കില്ല. എന്താ എന്താ കാര്യം? ഓ, ഒന്നുമില്ലെന്നേ. ഒരു കുടിയൊഴിപ്പീര് പ്രശ്നം. ഒഴിപ്പിക്കാൻ ചെന്നപ്പോ ഈ കുടിയാൻ കുറുവടിയും അടിവാളും ഒക്കെ കാണിച്ച് അവർ ചെറിയ നമ്പര്. അവനാണെങ്കിൽ ഞങ്ങളുടെ ചേട്ടായിന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചേട്ടായി എന്നെ പറയണം. അപ്പൊ ചേട്ടായി കൂടി പറയിപ്പിച്ച് സംഗതി ലെവൽ ചെയ്യാൻ വേണ്ടിട്ട് SI കുറ്റിക്കാരൻ ഒന്നിങ്ങോട്ട് വന്നേക്കും. അത്രേ ഉള്ളൂ കാര്യം. അല്ല, ഇവിടെ കടുവയെ വളർത്തുന്നുണ്ടോ? ഒരെണ്ണത്തിനെ വളർത്തുന്നുണ്ട്. അവനെ കൂടും പൊളിച്ച് പുറത്ത് ചാടി ചുമ്മാ കറങ്ങിയടിച്ച് കിടക്കുക. പക്ഷെ അവനെ ഞങ്ങൾ കൂട്ടിലാക്കും, അല്ലേ മോളെ? എത്തിയല്ലോ, നമുക്ക് എന്തെങ്കിലും അകത്തിരുന്ന് കട്ടിയായിട്ട് കഴിക്കാം. ചേട്ടായി ഒന്ന് ചേട്ടായോട് ചെല്ലേ. തോമ അവിടെ? അവനോടില്ല. ഇന്നിവിടെ ഇല്ലാതിരിക്കില്ലല്ലോ. ഞാൻ സത്യമാണ് പറയുന്നത്. അകത്തെന്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ്. അതിൽ അഴുക്ക് വീഴ്ത്തരുത്. അത് നിങ്ങളുടെ പ്രശ്നം. മാറി നിൽക്കാൻ. ഇൻസ്പെക്ടർ പ്ലീസ്. പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിയ ഒരു മാതൃകാ അധ്യാപകനാണ് ഞാൻ. ഗുരുനാഥന് ശിഷ്യന്മാർ നൽകാറുള്ള ദക്ഷിണയായിട്ട് എന്റെ അപേക്ഷ സ്വീകരിച്ചാൽ മതി. എന്റെ മോടെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ഇന്ന് എനിക്കൊരു അവധി തരൂ. ഇനി ഒരു അവസരത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്ന തെമ്മാടി ഞാൻ തന്നെ പിടിച്ചേൽപ്പിക്കാം പ്ലീസ്.